ഇപ്പോൾ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചില ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അച്യുതൻ, എന്താണ് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം? ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ഇപ്പോൾ ജമ്മുവിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ജമ്മുവിലെ സാഹചര്യങ്ങൾ നേരിൽ കണ്ട് അത് വിലയിരുത്തുന്നതിനായിട്ടാണ് ആ സന്ദർശനം. കാരണം ഇന്നലെ ജമ്മുവിലെ വിവിധ ഇടങ്ങളാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്താനായി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിലവിലെ സാഹചര്യങ്ങൾ ആളുകൾക്കുള്ളിൽ തന്നെ ചില ആശങ്കകളും ഭീതിയും ഉടലെടുത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട് ആ സാഹചര്യങ്ങൾ വിലയിരുത്തി ആശങ്കകൾ, സാധാരണ ജനങ്ങളുടെ ആശങ്കകൾ ഒഴിവാക്കുക, അത് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവിടേക്ക് പോയിട്ടുള്ളത്. ഇന്നലെ അടിയന്തരമായിട്ടുള്ള യോഗം ജമ്മു കാശ്മീരിൽ ചേർന്നിരുന്നു. ഇന്നലെ ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പിന്നാലെയാണ് അത്തരമൊരു യോഗം ചേർന്ന സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയത്. വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ച അവസ്ഥയിലായിരുന്നു. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ടായിരുന്നു ജമ്മു കാശ്മീരിൽ. ഒപ്പം തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ചു. അതായത് ഏത് തരത്തിലുള്ള പാകിസ്ഥാൻ പ്രകോപനത്തെയും നേരിടാനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയൊരു ഇനി തയ്യാറെടുപ്പല്ല, ഇനി പാക് പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിയാണ് ഇന്ത്യയുടെ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സേനകൾക്ക് നൽകി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ 3 സേനകളും പാകിസ്ഥാൻ വളഞ്ഞ് ഇന്ത്യ മറുപടി നൽകുന്ന സാഹചര്യത്തിലേക്ക് എല്ലാം പോയത്. നാവികസേന ഉൾപ്പെടെ രംഗത്ത് ഇറങ്ങിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. കൃത്യമായി ഇന്ത്യ നിലപാട് അറിയിക്കുന്നുണ്ട്. യുദ്ധം ഒരിക്കലും ഇന്ത്യ ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ യുദ്ധം വേണം എന്നൊരാവശ്യം ഇന്ത്യക്കില്ല. മറിച്ച് പാകിസ്ഥാൻ പ്രകോപനവുമായി മുന്നോട്ട് പോയാൽ അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അവിടെ ഈ പറഞ്ഞതുപോലുള്ള ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പറത്തുന്ന അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കില്ല. പാക് പ്രകോപനം ഉണ്ടായാൽ അതിന് തിരിച്ചടി എന്നത് തന്നെയാണ്, അതേ നാണയത്തിൽ മറുപടി നൽകുക എന്നതാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടത്തുന്ന ആദ്യ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തും ഇന്ത്യ വ്യക്തമാക്കുന്ന, ആ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കുന്നത്, പ്രകോപനം ഉണ്ടായാൽ മാത്രം തിരിച്ചടിക്കും, അല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ നൽകുന്നത്. ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരും. ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ ഈ കുപ്രചരണങ്ങളും കള്ളക്കഥകളും ഒക്കെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഈ സമയത്ത് റിഫ്സിൻ ആൻഡ് റിഫിനാസ് യൂട്യൂബിലൂടെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, SK ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ, ഇന്നലെ രാത്രി വൈകിയും ഇങ്ങനെയുള്ള ചില പ്രചാരണങ്ങൾ നടന്നു. ഉത്തരവാദിത്വമില്ലാതെ ചില മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്തു. എന്താണ് ലേറ്റസ്റ്റ് വിവരം എയർപോർട്ടുകളെ സംബന്ധിച്ച്? SKN വിമാനത്താവളങ്ങൾ അടച്ചു എന്നത് വ്യാജ പ്രചരണമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അതിർത്തിയോട് ചേർന്നുള്ള ചില വിമാനത്താവളങ്ങളിൽ അത് സുരക്ഷയുടെ ഭാഗമായി അടച്ചിട്ടുണ്ട്. 24 വിമാനത്താവളങ്ങളാണ് ഈ നിലയിൽ അടച്ചിട്ടുള്ളത്. അത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലുള്ള അതിർത്തിയോട് ചേർന്നുള്ള ചില വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത്. ചണ്ഡീഗഡ് തുടങ്ങി ജമ്മു കാശ്മീർ ശ്രീനഗറിലെ വിമാനത്താവളം വരെ അടച്ചിട്ടുണ്ട്. രാജസ്ഥാനിലാണെങ്കിൽ ബിക്കാനീർ വിമാനത്താവളം അടച്ചു, ജോധ്പൂർ വിമാനത്താവളം അടച്ചു, ജയ്സാൽമർ വിമാനത്താവളം അടച്ചിട്ടുണ്ട്. അതേസമയം ജയ്പൂർ വിമാനത്താവളത്തിൽ അവിടെ എത്തുന്നതിന് തടസ്സമില്ല. മറ്റ് സ്ഥലങ്ങളിലൊന്നും വിമാനത്താവളങ്ങൾ അടച്ചിട്ടില്ല. പക്ഷേ മറ്റു സ്ഥലങ്ങളിലുള്ളവർ ഒരു പ്രത്യേക കരുതൽ എടുക്കണം എന്ന കാര്യം ഇന്നലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും വിമാന കമ്പനികളും ഒക്കെ അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. അതായത് ഇന്നു മുതൽ സുരക്ഷ ഒരു ലെയർ കൂടി ഉണ്ടാകും, സുരക്ഷാ പരിശോധന. അപ്പോൾ ആ സുരക്ഷാ പരിശോധനയ്ക്ക് കൂടി വിധേയനാകുന്നതിന് വേണ്ടി കുറച്ചുകൂടി നേരത്തെ, ഏതാണ്ട് 3 മണിക്കൂർ മുമ്പ് തന്നെ വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഈ വിമാന കമ്പനികളൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, പരിശോധന കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിമാനത്താവളത്തിൽ എത്തിയാൽ അവിടെ സന്ദർശകർക്ക് അല്ലെങ്കിൽ ഒപ്പം വരുന്നവർക്ക് അവിടെ വിസിറ്റേഴ്സിന് നിൽക്കാനുള്ള സ്ഥലത്തൊന്നും അനുവദിക്കില്ല. യാത്രക്കാരെ കൊണ്ടുവിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടി വരും. ആ നിലയിലുള്ള ചില മുൻകരുതലുകൾ രാജ്യത്തെ വിമാനത്താവളത്തിൽ എടുത്തിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഈ പരിഭ്രാന്തി പരത്തുന്നത് പോലെയുള്ള ഈ പ്രചരണങ്ങളൊക്കെ, വിമാനത്താവളങ്ങൾ പൂർണ്ണമായി അടച്ചു എന്നതൊക്കെ വ്യാജ പ്രചരണം മാത്രമാണ്. ഡൽഹി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ ഓപ്പറേഷൻസ് സാധാരണഗതിയിൽ തന്നെയാണ് നടക്കുന്നത്. SKN.